ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഐസ് ക്യൂബ് വീഴുന്ന കണ്ടിട്ടില്ലേ? ഐസ് കട്ട വീഴുന്നത്, അതിന് നമ്മൾ എന്ത് പറയുന്നു? ആലിപ്പഴം. ഈ ഐസ് ക്യൂബ് വീഴുന്നത് എങ്ങനെയാണെന്നോ? അപ്പോൾ ഈ നമ്മുടെ താഴത്തെ ലെയറിലുള്ള ബ്ലാക്ക് ക്ലൗഡ്സ് നല്ല രീതിയിൽ വളരെയധികം ഏരിയ കവർ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ആ ഹീറ്റില്ലേ, അത് കുറയും. ഈ ഹീറ്റ് മുകളിൽ കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ ക്ലൗഡ്സ് നീരാവിയാകാൻ പറ്റില്ല. അത് അവിടെ നിന്ന് ചെറിയ ചെറിയ ഐസ് കട്ടകളായിട്ട് ബ്രേക്കായി താഴോട്ട് പതിക്കും. ഹീറ്റ് മുകളിലെത്തിയാൽ മാത്രമേ അത് നീരാവി ആകത്തുള്ളൂ. അപ്പോൾ ഈ മുകളിലോട്ട് ഹീറ്റ് എത്താതിരിക്കാൻ വേണ്ടി അത്രത്തോളം ഏരിയ ഈ ബ്ലാക്ക് ക്ലൗഡ്സ് കവർ ചെയ്യും, കാർബൺ ക്ലൗഡ്സ് തിക്കായിട്ട്. അപ്പോൾ മുകളിൽ ഹീറ്റ് കിട്ടാതെ വരുമ്പോൾ അത് ഐസ് ക്യൂബായിട്ട് താഴെ പതിക്കും. ഈ മഴ പെയ്യുന്നതിന് കാരണം അതുകൊണ്ടാണ്. മുകളിൽ നിന്നുള്ള ക്ലൗഡ്സിൽ നിന്ന് മഴ പെയ്യണമെങ്കിൽ ഈ ക്ലൗഡ്സ് താഴെ മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഹീറ്റ് കിട്ടാതെ വരുമ്പോൾ നീരാവി ആകത്തില്ല. അപ്പോൾ അത് മഴത്തുള്ളിയായിട്ട് താഴോട്ട് പതിക്കും. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ശരിയാണെങ്കിൽ ശരിയായാലും ഇല്ലെങ്കിലും ചിന്തിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഷെയർ ചെയ്യാം, എല്ലാവരുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് താഴോട്ട് വീഴുന്ന കണ്ടുപിടിച്ചാരാണ്? റെജി മാത്യു. All rights reserved for this ice cube formation in the raining time. How the ice cubes are falling. That invention is made and owned by Reggie Matthew. My YouTube channel ID is Reggie IPS and another YouTube channel ID is Reggie Matthew Pondarai. Please subscribe and share it. All rights reserved for this video by Reggie Matthew. My mobile number is 70341712999.